അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാക്രമം ഏതാണ്? തന്നിരിക്കുന്നതിനെ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ കേരളത്തിൽ നടന്ന സംഭവങ്ങൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ, അതായത് 18-ാം നൂറ്റാണ്ട്, അതേപോലെ തന്നെ 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, ആ സമയത്ത് നടന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹ്യ സംഭവങ്ങൾ, അതേപോലെ തന്നെ പോരാട്ടങ്ങൾ, ഇവയുടെ കാലഗണനാക്രമമാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1695-ലാണ് അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിക്കുന്നത്. അഞ്ചുതെങ്ങ് കലാപം 1697. അടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721. അടുത്ത കുളച്ചിൽ യുദ്ധം 1741. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അവസാന മാമാങ്കം 1755. ശ്രീരംഗപട്ടണം ഉടമ്പടി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടിയാണ്. ബ്രിട്ടീഷുകാരും ടിപ്പുവും കൂടി ഒപ്പുവെച്ചതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. കുണ്ടറ വിളംബരം 1809. അതേ വർഷം തന്നെയാണ് വെലുത്തമ്പി ദളവ രക്തസാക്ഷിത്വം വഹിക്കുന്നതും അല്ലെങ്കിൽ രക്തസാക്ഷിയാവുന്നതും. 1805 നവംബർ 30-നാണ് 1805 നവംബർ 30-നാണ് ആര് പഴശ്ശിരാജ, കേരള സിംഹം പഴശ്ശിരാജ വീരമൃത്യു പ്രാപിക്കുന്നത്. 1805-ലാണ് പഴശ്ശിരാജ. വേലുത്തമ്പി ദളവ 1809. അടുത്ത കുറിച്യലഹള, രാമൻ നമ്പി നേതൃത്വം നൽകിയ കുറിച്യലഹള 1812. ചാന്നാർ ലഹള അവസാനിക്കുന്നത് 1859. മലയാളി മെമ്മോറിയൽ 1891. ഈഴവ മെമ്മോറിയൽ 1896. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900. മലബാർ കലാപം 1921. വാഗൺ ട്രാജഡി 1921. വൈക്കം സത്യാഗ്രഹം 1924 ആരംഭിച്ചു 25 അവസാനിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹം 1931. നിവർത്തന പ്രക്ഷോഭം 1932. ക്ഷേത്രപ്രവേശന വിളംബരം 1936. വൈദ്യുതി സമരം, തൃശ്ശൂരിൽ നടന്ന വൈദ്യുതി ഇലക്ട്രിസിറ്റി സമരം 1936. മൊറാഴ സമരം 1940. കയ്യൂർ സമരം 1941. കീഴരിയൂർ ബോംബ് കേസ്, കെ ബി മേനോൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കീഴരിയൂർ ബോംബ് കേസ് 1942. പുന്നപ്ര വയലാർ 1946. കരിവള്ളൂർ സമരം 1946. കുട്ടംകുളം സമരം 1946. തോൽവിറക് സമരം 1946. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാലിയം സത്യാഗ്രഹം 1947. തിരുകൊച്ചി സംയോജനം 1949. കേരള രൂപീകൃതമായത് 1956 നവംബർ 1. വിമോചന സമരം 1959. ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കുക. കുറിച്യലഹള നമ്മൾ നേരത്തെ പഠിച്ചു 1812. ആറ്റിങ്ങൽ ലഹള 1721. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. വേലുത്തമ്പി ദളവ രക്തസാക്ഷിത്വം 1809. അപ്പോൾ ഇത് കാലഗണനാക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം ആറ്റിങ്ങൽ ലഹള വരും, ആറ്റിങ്ങൽ കലാപം. അതിനുശേഷം ശ്രീരംഗപട്ടണം ഉടമ്പടി, അതിനുശേഷം വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, അതിനുശേഷം കുറിച്യലഹള അല്ലേ. അപ്പോൾ 2, 3, 4, 1. അപ്പോൾ ഇത് മാത്രം പഠിക്കുകയല്ല, ഇതിൻ്റെ അനുബന്ധ കാര്യമാണ് നമ്മളിപ്പോൾ നോക്കിയത്. നിർബന്ധമായിട്ടും ഈ സംഭവങ്ങളും വർഷങ്ങളും പഠിച്ചു വയ്ക്കുക. ക്രൊണോളജിക്കൽ ഓർഡറിൽ ചോദിക്കും. അടുത്ത നോക്കുക താഴെ. തത്വബോധിനി സഭ ആരാണ് സ്ഥാപിച്ചത്? റഹ്നുമായി മസ്ദ്യാസൻ സഭ ആരാണ് സ്ഥാപിച്ചത്? ധർമ്മസഭ ആരാണ് സ്ഥാപിച്ചത്? സേവാ സദൻ ആരാണ് സ്ഥാപിച്ചത്? അപ്പം ഇങ്ങനെയൊക്കെ ചേരുംപടി ചേർക്കാനും കാലഗണനാക്രമമൊക്കെ വരുമ്പോൾ ഏതെങ്കിലും 2 എണ്ണമൊക്കെ അറിഞ്ഞാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കിയാൽ മതി, ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് നോക്കാം, ഏതൊക്കെയാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ആരാണ് സ്ഥാപിച്ചത്. ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് 1815 കൊൽക്കത്ത. യങ് ബംഗാൾ മൂവ്മെന്റ് ഹെൻറി വിവിയൻ ഡൊറാസിയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യങ് ബംഗാൾ മൂവ്മെന്റ് ഹെൻറി വിവിയൻ ഡൊറാസിയോ 1826 കൊൽക്കത്ത. ബ്രഹ്മ സമാജ് രാജാറാം മോഹൻ റോയ് 1828 എന്ന് പഠിക്കുക. 29 സതി നിർത്തലാക്കിയ വർഷമാണ്.
എവിടെയാണ്? അതും കൽക്കത്തയാണ്. ധർമ്മസഭ ഞങ്ങൾക്ക് തിരിച്ചു വേണം, നിർത്തിയ സതി തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ്. രാധാകാന്ത് ദേബ് 1830 കൽക്കത്ത. തത്വബോധിനി സഭ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേബേന്ദ്രനാഥ ടാഗോർ 1839 കൽക്കത്ത. ഓക്കെ, അടുത്തത് പരംഹൻസ മണ്ടേലി ആരാണ്? ദാദോബ പാണ്ഡുരംഗ് 1849 ബോംബെ. അടുത്ത റഹ്നുമായി മസ്ദ്യാൻ സഭ ദാദാബായ് നവറോജി 1851 ബോംബെ. അടുത്ത രാധാസ്വാമി സത്സംഗ് ശിവദയാൽ സാഹിബ് 1861 ആഗ്ര. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസെൻ 1866 കൊൽക്കത്ത. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാർത്ഥനാ സമാജ് ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ് 1867 ബോംബെ. അടുത്ത ആര്യ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതി 1875 ബോംബെ. തിയോസഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവസ്കിയും 1875 ന്യൂയോർക്ക്. അടുത്ത സാധാരൺ ബ്രഹ്മസമാജ് ആനന്ദ മോഹൻ ബോസ് 1878 കൽക്കത്ത. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ജി അഗർക്കർ 1884 പൂനെ. അടുത്ത ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് MG റാനഡെ 1887 ബോംബെ. അടുത്ത ദേവ് സമാജ് ശിവനാരായണ അഗ്നിഹോത്രി 1887 ലാഹോർ. അടുത്ത രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ 1897 ബേലൂര്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ 1905 ബോംബെ. അടുത്ത പൂനെ സേവാ സദൻ ആരാണ്? മിസ്റ്റർ രാംബായ് റാനഡെ. അതേപോലെ തന്നെ GK ദിയോദർ 1909 പൂനെ. അടുത്ത സോഷ്യൽ സർവീസ് ലീഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NM ജോഷി 1911 ബോംബെ. അടുത്ത സേവാ സമിതി HN ഖുൻസ്രോ 1914 അലഹാബാദ്. നോക്കുക, അപ്പൊ ഇതിൽ ചോദിച്ചത് തത്വബോധിനി സഭ അല്ലെ, തത്വബോധിനി സഭ. അപ്പൊ 1 സി ദേവേന്ദ്രനാഥ ടാഗോർ അല്ലെ. 2 റഹ്നുമായി മസ്ദ്യാസൻ സഭ നവറോജി ഫർദോൻജി. അദ്ദേഹം പാർസി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. ദാദാഭായ് നവറോജിയും ഇദ്ദേഹമൊക്കെ അതിന്റെ പ്രവർത്തകനായിരുന്നു. നവറോജി ഫർദോർജി. അപ്പോൾ 2 ഏതാണ്? D ആണ് അല്ലെ. ഓക്കെ, അപ്പോൾ 1 സിയും 2 D ആകുമ്പോൾ പിന്നെ ഓപ്ഷൻ വെച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 3 നോക്കുക, ധർമ്മസഭ രാധാകാന്ത ദേബ്. 4 സേവാസദൻ BM മലബാരി. അതാണ് പറഞ്ഞത്. ഏതെങ്കിലും 2 അറിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഇന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് എഴുതിയെടുക്കുക. അടുത്ത വാഴ്സ പാക്ട് നിലവിൽ വന്നത് എപ്പോൾ? 1955 മെയ് 14 പോളണ്ടിലെ ക്യാപിറ്റലായ വാഴ്സയിൽ വെച്ചിട്ട് കുറച്ച് രാജ്യങ്ങൾ ഒപ്പുവെച്ചതാണ്. വെസ്റ്റേൺ ഫ്രണ്ടിനെതിരെ ഒരു ഈസ്റ്റേൺ ഫ്രണ്ട്, അതായത് മുതലാളിത്ത രാജ്യങ്ങൾക്കെതിരെ ഒരു സോഷ്യലിസ്റ്റ് സഖ്യമായിട്ടാണ് ഇത് ആരംഭിച്ചത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മോസ്കോ ആണ്. 1991 ജൂലൈ 1 പിരിച്ചുവിടുന്നത്. അൽബേനിയ, ബൾഗേറിയ, ചെക്കോസ്ലോവക്യ, ഈസ്റ്റ് ജർമ്മനി, ഹംഗറി, പോളണ്ട്, റൊമാനിയ, സോവിയറ്റ് യൂണിയൻ. തെറ്റിക്കരുത്, ഈസ്റ്റ് ജർമ്മനിയാണ്. ഒന്നുകൂടെ പറയാം, അൽബേനിയ, ബൾഗേറിയ, ചെക്കോസ്ലോവക്യ, ഈസ്റ്റ് ജർമ്മനി, ഹംഗറി, പോളണ്ട്, റൊമേനിയ. അപ്പൊ ഇവരെല്ലാം ഈ 8 രാജ്യങ്ങൾ കൂടി ചേർന്നതാണ് ഏത്? വാഴ്സ പാക്ട്. നോക്കുക, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നാറ്റോ. 1949 ഏപ്രിൽ 4 ഒരു മിലിറ്ററി അലയൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ്, ബെൽജിയം. അതിൽ 30 അംഗങ്ങൾ പഠിച്ചു വയ്ക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രം പറയുക. യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കുക ജർമ്മനി, ഫ്രാൻസ്, കാനഡ. ഇതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. 30 അംഗങ്ങളാണ് ആകെ ഉള്ളത്. ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വാഴ്സ പാക്ട് മാത്രമല്ല, ആ സമയത്ത് അത് പഠിക്കുമ്പോൾ നാറ്റോയും പഠിക്കണം. ശീതയുദ്ധവുമായി ബന്ധപ്പെട്ട് കുറച്ച് സംഘടനകളാണ്. നാറ്റോയ്ക്ക് നേതൃത്വം നൽകിയത് അമേരിക്കയാണെങ്കിൽ
ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നേതൃത്വം നൽകിയത് അമേരിക്കയാണെങ്കിൽ വാഴ്സാ പാക്ടിന് നേതൃത്വം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ചേരുംപടി ചേർക്കുക. ലെഫ്റ്റ് സൈഡിൽ നവോത്ഥാന നായകരുടെ പേരും റൈറ്റ് സൈഡിൽ പുസ്തകങ്ങളുടെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെഴുതിയ ബാക്കിയുള്ള പുസ്തകങ്ങൾ നമുക്ക് നോക്കി പോകാൻ നോക്കുക. ഗുരു എഴുതിയ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ നമ്മൾ എക്സാമിന് ചോദിക്കുന്ന അത് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാ കേട്ടോ. ഓക്കെ, ദൈവ ദശകം 1914 ദൈവ ദശകം. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുണ്ടലിനിപ്പാട്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക ശിവശതകം, അതുപോലെ കാളീനാടകം, നവമഞ്ജരി, ഷൺമുഖ സ്തോത്രം, ഷൺമുഖ ദശകം, അതേപോലെ അദ്വൈത ദീപിക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആത്മോപദേശ ശതകം 1897. അടുത്ത അഹിംസ, ജാതി ലക്ഷണം, ജാതി നിർണയം. അതേപോലെ 3 പരിഭാഷകളാണ് തിരുക്കുറല്, അതേപോലെ തന്നെ ഒഴിവിലൊടുക്കം ഭാഷ, ഈശോവാസ്യ ഉപനിഷത്തിനെ തർജ്ജമ ചെയ്തത് ആരാന്ന് ചോദിക്കും, അതും ഗുരുവാണ്. അതേപോലെ തന്നെ ആത്മവിലാസം, വേദാന്ത സൂത്രം, ദൈവ ചിന്തനം. അതേപോലെ ദർശനമാല, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദർശനമാല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളാണ് പറഞ്ഞത്, നിർബന്ധമായിട്ട് അത് എഴുതിയെടുക്കുക, പഠിക്കുക. അടുത്തത് ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി, ആദി ഭാഷ, മനുഷ്യന്റെ ആദ്യത്തെ ഭാഷ തമിഴാണ് എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ ക്രിസ്തുമത നിരൂപണം, അതേപോലെ നിജാനന്ദ വിലാസം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിജാനന്ദ വിലാസം. അടുത്ത പ്രാചീന മലയാളം, അതേപോലെ തന്നെ വേദാധികാര നിരൂപണം, ഒന്നുകൂടെ പറയാ, അദ്വൈത ചിന്താ പദ്ധതി, അതേപോലെ തന്നെ ആദിഭാഷ, അടുത്തത് ക്രിസ്തുമത നിരൂപണം, അടുത്തത് നിജാനന്ദ വിലാസം, അടുത്തത് പ്രാചീന മലയാളം, അടുത്തത് വേദാധികാര നിരൂപണം. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ ലങ്കാമർദ്ദനം, ഭൈമി പരിണയം, ഉർവശി വിവർത്തനം ചെയ്തത്, ശാകുന്തളം വഞ്ചിപ്പാട്ട്, അതേപോലെ തന്നെ ജലോദ്യാനം, വിലാപ ഗീതം, രാജരാജ പർവം, ജാതിക്കുമ്മി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാതിക്കുമ്മി. അടുത്തത് ശ്രദ്ധിക്കുക പഞ്ചവടി നാടകമാണ്. ഉദ്യാന വിരുന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക ഉദ്യാന വിരുന്ന്. സമാധി സപ്താഹം, ചട്ടമ്പി സ്വാമി സമാധി ആയപ്പോൾ അതിൽ അനുശോചിച്ച് എഴുതിയതാണ് ഇത് സമാധി സപ്താഹം. അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി, നോക്കുക സ്ത്രീ വിദ്യാപോഷണി 1899, മോക്ഷപ്രദീപം 1905, ഇതിനെതിരെയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പിസ്വാമി എഴുതിയത്. അതേപോലെ തന്നെ ആനന്ദ വെച്ചിട്ട് ആനന്ദ വിമാനം, ആനന്ദമാതാപറയം, ആനന്ദക്കുമ്മി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആനന്ദക്കുമ്മി. ഓക്കെ, ജ്ഞാനക്കുമ്മി, ജാതിക്കുമ്മി ആരാ പറഞ്ഞു, പണ്ഡിറ്റ് KP കറുപ്പനല്ലേ. ജ്ഞാനക്കുമ്മി ആരാണ്, ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ നോക്കുക ആദ്യം തന്നെ കിട്ടും, ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി കിട്ടും. ഇത് വളരെ എളുപ്പമാണ്. ശ്രീനാരായണ ഗുരു 2 നേരെ ഡിക്ക് കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ 2 D വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. 1 C ബ്രഹ്മാനന്ദ ശിവയോഗി, സ്ത്രീ വിദ്യാപോഷണി, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ദൈവദശകം, ചട്ടമ്പി സ്വാമികള് ഏതാണ് അദ്വൈത ചിന്താ പദ്ധതി, KP കറുപ്പൻ ആചാരഭൂഷണം. അതാണ് പറഞ്ഞത്, 1 അല്ലെങ്കിൽ 2 പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവ കാലഗണന പ്രകാരം എഴുതുക. അതേപോലെ തന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്, താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ഈ 2 എണ്ണത്തിന് നമ്മൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ഇതിനു വേണ്ടി നമ്മൾ ഒറ്റ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇവരുടെ പേര്, അതായത് ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയുടെ പേര്, റൈറ്റ് സൈഡിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ വർഷങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടിപ്പോകും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. നോക്കുക, വാറൻ ഹേസ്റ്റിങ്സ്, റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, റോഹില്ല വാർ, ഫസ്റ്റ് മറാത്ത വാർ, സെക്കൻഡ് മൈസൂർ വാർ. ഒന്നുകൂടെ പറയാം, റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, റോഹില്ല വാർ, ഫസ്റ്റ് മറാത്ത വാർ, സെക്കൻഡ് മൈസൂർ വാർ. റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, റോഹില്ല വാർ, ഫസ്റ്റ് മറാത്ത വാർ, സെക്കൻഡ് മൈസൂർ വാർ. ഇതാരുടെ സമയത്താണ്, വാറൻ ഹേസ്റ്റിങ്സിന്റെ സമയത്താണ്. ലോർഡ് കോൺവാലീസ്
തേർഡ് മൈസൂർ വാർ, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792, കോൺവാലീസ് കോഡ് 1793, പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് ബംഗാളിലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793. ഒന്നുകൂടെ പറയാം, തേർഡ് മൈസൂർ വാർ, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, കോൺവാലീസ് കോഡ്, 1793 പെർമനന്റ് സെറ്റിൽമെന്റ്. അടുത്തത് ലോർഡ് വെല്ലസ്ലി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡറി അലയൻസ്, അത് അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. സബ്സിഡറി അലയൻസ് തന്നെ കൊടുത്ത്, സൈനിക സഹായ വ്യവസ്ഥ ഒന്നും കൊടുക്കാതെ സബ്സിഡറി അലയൻസ് തന്നെ കൊടുത്തത്. ഇനി നേരെ ഇംഗ്ലീഷിലേക്ക് എടുത്ത് നേരെ ആ ഇംഗ്ലീഷിലുള്ള നേരെ മലയാളത്തിലേക്ക് എടുത്തിട്ടുകയും ചെയ്തു, അല്ലാതെ അതിൻ്റെ പരിഭാഷ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തില്ല. 1798. ഫോർത്ത് മൈസൂർ വാർ, സെക്കൻഡ് മറാത്ത വാർ. ഒന്നുകൂടെ പറയാം, ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡറി അലയൻസ് ലോർഡ് വെല്ലസ്ലി, ഫോർത്ത് മൈസൂർ വാർ, സെക്കൻഡ് മറാത്ത വാർ. അടുത്ത ലോർഡ് മിൻറ്റോ ഫസ്റ്റ്, ട്രീറ്റി ഓഫ് അമൃതസർ വിത്ത് രഞ്ജിത് സിംഗുമായിട്ട് ട്രീറ്റി ഓഫ് അമൃതസർ ഒപ്പുവെച്ചതാരാണ്? ലോർഡ് മിൻറ്റോ ഫസ്റ്റ്. അടുത്ത ലോർഡ് ഹേസ്റ്റിങ്സ്, ആംഗ്ലോ നേപ്പാൾ വാർ, തേർഡ് മറാത്ത വാർ, റയത്ത് വാരി സിസ്റ്റം 1820 റയത്ത് വാരി സിസ്റ്റം. റയത്ത് വാരി പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കർഷകർ ടാക്സ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുക. ഒന്നുകൂടെ പറയാ, ലോർഡ് ഹേസ്റ്റിങ്സ്, ആംഗ്ലോ നേപ്പാൾ വാർ, തേർഡ് മറാത്ത വാർ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റയത്ത് വാരി സിസ്റ്റം. അടുത്ത ലോർഡ് ആംഹേസ്റ്റ്, ഫസ്റ്റ് ബർമീസ് വാർ. അടുത്ത ലോർഡ് വില്യം ബെന്റിക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അബോളിഷൻ ഓഫ് സതി നിർത്തലാക്കി 1829, ചാർട്ടർ ആക്ട് 1833. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. അടുത്ത ലോർഡ് ഓക്ലാൻഡ്, ഫസ്റ്റ് അഫ്ഗാൻ വാർ. അടുത്ത ലോർഡ് ഹാർഡിഞ്ച് ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ, സോഷ്യൽ റീഫോംസ് ലൈക്ക് ദ അബോളിഷൻ ഓഫ് ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, ശിശു ഹത്യ, പെൺശിശു ഹത്യ എന്നുള്ള സംഭവമൊക്കെ തടഞ്ഞതാരാണ്? ലോർഡ് ഹാർഡിഞ്ച് ഫസ്റ്റ് ആണ്. അടുത്തത് ലോർഡ് ഡൽഹൌസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1848 മുതൽ 1856 വരെ ഡൽഹൌസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ, അനക്സേഷൻ ഓഫ് ലോവർ ബർമയും കീഴടക്കിയവരുടെ സമയത്ത്. അതേപോലെ തന്നെ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നിയമം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദത്തവകാശ നിരോധന നിയമം. അടുത്ത വൂഡ്സ് ഡിസ്പാച്ച് 1854 വൂഡ്സ് ഡിസ്പാച്ച്. ആദ്യത്തെ റെയിൽവേ ബോംബെ ടു താനെ 1853. അതേപോലെ തന്നെ PWD വകുപ്പ് വന്നതും. ഒന്നുകൂടെ പറയാ, സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ, ദ അനക്സേഷൻ ഓഫ് ലോവർ ബർമ, ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, വൂഡ്സ് ഡിസ്പാച്ച്, ഫസ്റ്റ് റെയിൽവേ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് PWD. അടുത്ത ലോർഡ് കാനിങ്, റിവോൾട്ട് 1857 കലാപം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് വരുമ്പോൾ, കൊൽക്കത്ത, മദ്രാസ്, ബോംബെ യൂണിവേഴ്സിറ്റീസ് വരുമ്പോൾ, അതേപോലെ തന്നെ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് നിർത്തലാക്കി. അതേപോലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. ലോർഡ് കാനിങ് ആണ് ആദ്യത്തെ വൈസ്രോയി, ഗവർണർ ജനറൽ കം വൈസ്രോയി ആയിട്ട് വരുന്നത്. ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് വിക്ടോറിയ രാജ്ഞി അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു ആര്? ഗവർണർ ജനറൽ. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് മാറ്റിയാണ് വൈസ്രോയി എന്നുള്ള പദവി കിട്ടുകയാണ്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് VD സാവർക്കർ വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ സിപ്പായി മ്യൂട്ടിനി എന്ന് ഒരുപാട് പേര് വിശേഷിപ്പിക്കുന്ന ആ സമയത്ത് വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് കാനിങ്. അടുത്ത ലോർഡ് ജോൺ ലോറൻസ്, ഭൂട്ടാൻ വാർ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹൈക്കോർട്ട്സ് അറ്റ് കൊൽക്കത്ത, ബോംബെ, മദ്രാസ് 1865. അടുത്തത് ലോർഡ് ലിട്ടൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെർണാക്കുലർ പ്രസ് ആക്ട് 1878, ആംസ് ആക്ട് 1878, സെക്കൻഡ് അഫ്ഗാൻ വാർ 1878-80. അതേപോലെ തന്നെ ക്യൂൻ വിക്ടോറിയ കൈസർ ഐ ഹിന്ദ് എന്നുള്ള ടൈറ്റിൽ അസ്യൂം ചെയ്യുമ്പോൾ, ക്യൂൻ എംപ്രസ് ഓഫ് ഇന്ത്യ എന്നുള്ള ടൈറ്റിൽ അസ്യൂം ചെയ്യുമ്പോൾ ഇദ്ദേഹമായിരുന്നു ലോർഡ് ലിട്ടൺ. അടുത്തത് ലോർഡ് റിപ്പൺ 1800 മുതൽ 1884. റിപ്പീൽ ഓഫ് വെർണാക്കുലർ പ്രസ് ആക്ട്, നാട്ടുഭാഷാ പത്ര നിയമം പിൻവലിച്ചു 1882. ഫസ്റ്റ് ഫാക്ടറി ആക്ട് 1881. ഗവൺമെന്റ് റെസൊല്യൂഷൻ ഓൺ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ അത് സ്റ്റാർട്ട് ചെയ്തു. ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി വരികയാണ്. അതായത് യൂറോപ്യന്മാരായ പൗരന്മാരെ ഇന്ത്യൻ ജഡ്ജിമാർക്കും വിചാരണ ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. അടുത്തത് ഹണ്ടർ കമ്മീഷൻ 1882. ഹണ്ടർ കമ്മീഷൻ ഓൺ എഡ്യൂക്കേഷൻ വേറെ ഹണ്ടർ കമ്മീഷനൊക്കെ ഉണ്ട്. ജാലിയൻ വാലാബാഗ് അന്വേഷിക്കാൻ വേണ്ടി വന്ന ഹണ്ടർ കമ്മീഷൻ തന്നെയാണ്. ഓക്കെ, അത് വേറെ ഹണ്ടർ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ലിട്ടൺ, വെർണാക്കുലർ പ്രസ് ആക്ട്, ആംസ് ആക്ട്, സെക്കൻഡ് അഫ്ഗാൻ വാർ. ഇതിൽ വെർണാക്കുലർ പ്രസ് ആക്ട് 1878 നിർബന്ധമായും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ക്യൂൻ വിക്ടോറിയ കൈസർ ഹിന്ദ് എന്നുള്ള ടൈറ്റിൽ അസ്യൂം ചെയ്തു.
റിപ്പൺ വെർണാക്കുലർ ആക്ട് റിപ്പീൽ ചെയ്തു, ഇല്ലാതാക്കി. വെർണാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്തു 1852. ഫസ്റ്റ് ഫാക്ടറി ആക്ട്, അതേപോലെ തന്നെ ഗവൺമെന്റ് റെസൊല്യൂഷൻ ഓൺ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി, ഹണ്ടർ കമ്മീഷൻ. അടുത്തത് ലോർഡ് ഡഫറിൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് ബർമീസ് വാർ, അതേപോലെ തന്നെ INC രൂപീകരിക്കുമ്പോൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ആരാന്ന് ചോദിക്കും, ലോർഡ് ഡഫറിൻ. അടുത്തത് ലോർഡ് ലാൻസ്ഡൗൺ ഫാക്ടറി ആക്ട് 1899, ഇത് രണ്ടാമതായിട്ട് വന്ന ഫാക്ടറി ആക്ട് ആണ്. അടുത്ത ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892. ഡ്യൂറന്റ് കമ്മീഷൻ, ലോർഡ് ലാൻസ്ഡൗണിന്റെ സമയത്താണ് ഡ്യൂറന്റ് കമ്മീഷൻ. ഡ്യൂറന്റ് കപ്പ് കേട്ടിട്ടില്ല, ഫുട്ബോളിൽ ഏറ്റവും പഴക്കമുള്ള കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്യയിൽ. ഡ്യൂറന്റ് ലൈന് അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന ലോർഡ് ലാൻസ്ഡൗൺ ആണ്. അതേപോലെ തന്നെ ലോർഡ് കേഴ്സൺ, അപ്പോയിൻമെന്റ് ഓഫ് പോലീസ് കമ്മീഷൻ, അപ്പോയിൻമെന്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904, പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജന സമയത്ത് വൈസ്രോയി ആണ് ആര്, ലോർഡ് കേഴ്സൺ. അടുത്ത് ലോർഡ് മിൻഡോ, ഇപ്പൊ ബംഗാൾ വിഭജിക്കുന്ന സമയത്ത് കേഴ്സൺ ആയിരുന്നു. സ്വദേശി മൂവ്മെന്റ് അങ്ങോട്ട് ആരംഭിച്ചു 1905-11 വരെ, ലോർഡ് മിൻഡോ സെക്കൻഡ്. സൂറത്ത് പിളർപ്പ്, INC പിളർന്നു, മിതവാദികളും തീവ്രവാദികളുമായിട്ട് പിളർന്നു 1907. ആ സമയത്ത് മിൻഡോ സെക്കൻഡ് ആയിരുന്നു. 1906 എന്തായി, മുസ്ലിം ലീഗ് സ്ഥാപിതമായി ധാക്കയിൽ 1906. ആ സമയത്തും ലോർഡ് മിൻഡോ ആയിരുന്നു. അടുത്ത മോർലി മിൻഡോ റീഫോംസ് 1909 വരുമ്പോഴും മിൻഡോ സെക്കൻഡ് ആയിരുന്നു. അടുത്ത ലോർഡ് ഹാർഡിഞ്ച് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. ലോർഡ് ഹാർഡിഞ്ച് രണ്ടാമൻ 1911. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമയത്താണ് ഹിന്ദു മഹാസഭ 1915 പ്രവർത്തനം ആരംഭിക്കുന്നത്. ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ലോർഡ് കേഴ്സൺ, റദ്ദ് ചെയ്തത് ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ്. അടുത്തത് ലോർഡ് ചെംസ്ഫോർഡ് 1916 മുതൽ 21 വരെയായിരുന്നു. ലക്നൗ പാക്ട് കോൺഗ്രസും മുസ്ലിം ലീഗിന്റെയും സമ്മേളനം ഒറ്റ വേദിയിൽ വെച്ച് നടക്കുകയാണ്. ചമ്പാരൻ സത്യാഗ്രഹ, അതേപോലെ തന്നെ അഹമ്മദാബാദ് തുണിമിൽ സമരം, ഖേദ, അതേപോലെ തന്നെ ഓഗസ്റ്റ് ഡിക്ലറേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഗസ്റ്റ് ഓഫർ അല്ല, എന്താണ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ, മൊണ്ടേഗു ആണ് പുറപ്പെടുവിച്ചത്. ആരുടെ സമയത്ത്, ചെംസ്ഫോർഡിന്റെ സമയത്ത് 1917. അടുത്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. റൗളത്ത് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൗളത്ത് ആക്ട് 1919. ഇതിനെ തുടർന്നാണ് ജാലിയൻ വാലാബാഗ് വന്നത് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് നോക്കുക. അതേപോലെ തന്നെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് 1920 ലോഞ്ച് ചെയ്യുമ്പോഴും ആര് തന്നെയാണ്, ലോർഡ് ചെംസ്ഫോർഡ്. ചമ്പാരൻ സത്യാഗ്രഹ, ഓഗസ്റ്റ് ഡിക്ലറേഷൻ, റൗളത്ത് ആക്ട്, ജാലിയൻ വാലാബാഗ് മാസക്കയർ, അതേപോലെ തന്നെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. അടുത്തത് ലോർഡ് റീഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൗരി ചൗര 1922. ഇതിൻ പ്രകാരമാണ് ചൗരി ചൗര സംഭവം യു പിയിൽ നടന്നതിനെ തുടർന്നാണ് എന്ത് നിർത്തലാക്കിയത്, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കിയത്. അങ്ങനെയാണ് വിഡ്രോവൽ ഓഫ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. അടുത്ത എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്വരാജ് പാർട്ടി 1923 23 ജനുവരി 1. ഓക്കെ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്വരാജ് പാർട്ടി, സി ആർ ദാസ് പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു സെക്രട്ടറി ആയിട്ടും രൂപീകരിച്ചതാണ് സ്വരാജ് പാർട്ടി. അടുത്ത കക്കോരി ട്രെയിൻ റോബറി 1924 രൂപീകൃതമായ HRA 1924 രൂപീകൃതമായ HRA നടത്തിയ ഒരു എന്താണ് പറയുക, ഒരു റവല്യൂഷണറി മൂവ്മെന്റ് ആണ് കക്കോരി ട്രെയിൻ റോബറി. അടുത്തത് ലോർഡ് ഇർവിൻ 1926-31 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ, സൈമൺ കമ്മീഷൻ 27 രൂപീകരിച്ച് 28 ഇന്ത്യയിലെത്തിയപ്പോൾ, അതേപോലെ തന്നെ ബട്ട്ലർ കമ്മീഷൻ ഇന്ത്യൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നെഹ്റു റിപ്പോർട്ട് 1928, ഏത് നെഹ്റു ആണ്, മോത്തിലാൽ നെഹ്റു 1928. അതുപോലെ തന്നെ ദീപാവലി ഡിക്ലറേഷൻ 1929 ആരാണ്, ലോർഡ് ഇർവിൻ, ദീപാവലി ഡിക്ലറേഷൻ. അടുത്ത് പൂർണ്ണ സ്വരാജ് സമ്മേളനം, കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജ് സമ്മേളനം എവിടെ വെച്ചിട്ടാണ്, ലാഹോർ 1929 നെഹ്റു അധ്യക്ഷനായ സമ്മേളനം. അടുത്ത ദണ്ഡി മാർച്ച് 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930. അതേപോലെ തന്നെ ഗാന്ധി ഇർവിൻ പാക്ട് 1931. ഓക്കെ, ഈ സമയത്തെല്ലാം ആരാണ്, ഇർവിൻ ആണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദീപാവലി ഡിക്ലറേഷൻ, നെഹ്റു റിപ്പോർട്ട്, പൂർണ്ണ സ്വരാജ് സെഷൻ, അതേപോലെ തന്നെ ദണ്ഡി മാർച്ച്, ഇങ്ങനെയുള്ള എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായും വർഷമൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ലോർഡ് വെല്ലിംഗ്ടൺ കമ്മ്യൂണൽ അവാർഡ് 1932. അതേപോലെ തന്നെ സെക്കൻഡും തേർഡും റൗണ്ട് ടേബിൾ കോൺഫറൻസ്. പൂന പാക്ട് 1932
അംബേദ്കറും ഗാന്ധിജിയും ഒപ്പുവെച്ചാണ്. അടുത്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ലോർഡ് വെല്ലിംഗ്ടൺ കമ്മ്യൂണൽ അവാർഡ്, സെക്കൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, പൂന പാക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടുത്തത് ലോർഡ് ലില്ലിംഗ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് അവർ റിസൈൻ ചെയ്തു, കോൺഗ്രസിന്റെ മന്ത്രിമാർ റിസൈൻ ചെയ്തു ആ സമയത്ത്. അതേപോലെ തന്നെ ത്രിപുരി സെഷനിൽ അദ്ദേഹം എലക്ട് ചെയ്തപ്പോൾ, ഓക്കെ, അതായത് ഹരിപുര സെഷൻ 1938 സുഭാഷ് ചന്ദ്രബോസ് തിരഞ്ഞെടുക്കപ്പെടുകയും ത്രിപുരി സെഷനിൽ 1939 ഇലക്ഷനിലൂടെ വീണ്ടും വരികയും 1938 ഹരിപുര സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 39 വീണ്ടും എലക്ഷൻ വരികയാണ് അദ്ദേഹവും പട്ടാഭി സീതാരാമയ്യയും തമ്മിൽ. അങ്ങനെ ഒരു ക്രൈസിസ് വന്നപ്പോഴാണ് 1939 ഫോർവേഡ് ബ്ലോക്ക്, എന്താണ് പാർട്ടിയുടെ പേര്, ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകൃതമാകുന്നത്. പാർട്ടിയുടെ പേരെന്തായിരുന്നു, ഫോർവേഡ് ബ്ലോക്ക്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 1940 മുസ്ലിം ലീഗ് ലാഹോർ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. അങ്ങനെ ലാഹോർ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അതിൽ അവർ പറയാണ് അങ്ങനെ ഒരു രാജ്യം ഉണ്ടാവണം. ഏത്, പാകിസ്ഥാൻ എന്നുള്ള രാജ്യം. അന്ന് പേരൊന്നും കൊടുത്തില്ല, എന്തായാലും അങ്ങനെ ഒരു സംഭവം വന്നു. അതേപോലെ തന്നെ ഓഗസ്റ്റ് ഓഫർ 1940. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണം 1941. ക്രിപ്സ് മിഷൻ 1942. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. അതായത് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് എന്ത് വന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വന്നത്. ഇതെല്ലാം ആരുടെ സമയത്താണ്, ലില്ലിംഗ്ടോന്റെ സമയത്താണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലില്ലിംഗ്ടോ. ഓക്കെ, ക്രിപ്സ് മിഷൻ 1942, ഓഗസ്റ്റ് ഓഫർ 1940. രണ്ടും നിർബന്ധമായും പഠിച്ചു വെക്കണം. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത ലോർഡ് മൗണ്ട് ബാറ്റൺ 1947-48. ജൂൺ 3 പ്ലാൻ, ഇന്ത്യ പാക് വിഭജന പദ്ധതിയാണ് ജൂൺ 3 പ്ലാൻ 47. റാഡ്ക്ലിഫ് കമ്മീഷൻ 1947. അതേപോലെ തന്നെ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണ്, ഓഗസ്റ്റ് 15, 1947. അടുത്തത് സി രാജഗോപാലാചാരി 48-50. അവസാനത്തെ ഗവർണർ ജനറൽ ആണ്, ഒരേ ഒരു ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആണ് ആര്, സി രാജാജി. അപ്പൊ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പൊ നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ഇത് ക്രമത്തിൽ എഴുതാൻ പറ്റുമല്ലോ അല്ലെ. ഓക്കെ, നോക്കുക, അതായത് ഈ രണ്ട് ചോദ്യത്തിന് നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ പറ്റും. ഒന്ന് ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ്. റൗളത്ത് ആക്ട് 1919, പൂന പാക്ട് 1932, ബംഗാൾ വിഭജനം 1905, ലക്നൗ ഉടമ്പടി 1919. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ഏതാണ് വരിക, ബംഗാൾ വിഭജനം 3 അല്ലേ. അപ്പൊ 3 ആദ്യം വരുന്നു. പിന്നെ അതേപോലെ തന്നെ അപ്പൊ 3 ആദ്യം വരുന്നു പറയുമ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. 4 രണ്ടാമത് വരുന്നു, ലക്നൗ പാക്ട് 1916. 1 പിന്നെ അതിന് ശേഷം വരുന്ന റൗളത്ത് ആക്ട് 1919, പൂന പാക്ട് 1932. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നോക്കുക, റെഗുലേറ്റിംഗ് ആക്ട് ആരാണ്, റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹേസ്റ്റിങ്സ്. സബ്സിഡറി അലയൻസ് ആരാണ്, വെല്ലസ്ലി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, ഈ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കിട്ടുമേ, ഇത് ബാക്കിയുള്ള നമ്മൾ പറയണം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ആരാണ്, മേയോ പ്രഭു. ഓഗസ്റ്റ് ഓഫർ ആരാണ്, ലില്ലിംഗ്ടോ. അതാണ് പറഞ്ഞത്, രണ്ടെണ്ണം ഒക്കെ അറിഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് ഇത് എഴുതിയെടുക്കുക, പഠിക്കുക. അടുത്ത സെറ്റ്, താഴെ തന്നിരിക്കുന്നതിൽ യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്. തറൈൻ യുദ്ധം 1191, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, വാണ്ടിവാഷ് യുദ്ധം 1760, ഹാൽഡിഗട്ട് യുദ്ധം 1581 എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഹാൽഡിഗട്ട് യുദ്ധമാണ് തെറ്റ്. അപ്പോൾ ഇതെന്താണ്, അപ്പോൾ ഈ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്, വളരെ പ്രധാനപ്പെട്ട മധ്യകാല ഇന്ത്യയിൽ നടന്ന, മിഡീവൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ. ഓക്കെ, അതിലൊന്ന് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ 1191 പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലാണ് എന്ത്, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ. സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈനും അവർ തമ്മിലായിരുന്നു. ഫസ്റ്റത്തേൽ പൃഥ്വിരാജ് ചൗഹാൻ വിജയിച്ചു. രണ്ടാമത്തേൽ മുഹമ്മദ് ഗോറി വിജയിച്ചു. അങ്ങനെ ആ യുദ്ധമാണ് അവരുടെ എന്തിലേക്ക് നയിച്ചത്, മുസ്ലിം ഭരണത്തിലേക്ക്, ഗോറിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ഭരണത്തിലേക്ക് നയിച്ചത്. പിന്നീട് ഇവിടെ കുറച്ച് പ്രദേശം കീഴടക്കി തന്നെ ഉള്ളൂ, പിന്നീടാണ് എന്ത്, അടിമവംശം സ്ഥാപിതമാകുന്നത് 1206. അടുത്ത ബാറ്റിൽ ഓഫ് ചാന്ദ്വാർ 1191. ഓക്കെ, അതേപോലെ തന്നെ 1510 പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കി. 1526 ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. 1527 ബാറ്റിൽ ഓഫ് കണ്വ. ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ബാബറും ഇബ്രാഹിം ലോധിയാണ്. ഈ യുദ്ധമാണ് മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയത്. ബാറ്റിൽ ഓഫ് കണ്വ, ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ഗാഗ്ര.
ഓക്കെ, ബാറ്റിൽ ഓഫ് കണ്വ ബാബറും റാണാസായും. ഓക്കെ, അടുത്തത് ബാറ്റിൽ ഓഫ് ചന്ദേരി ബാബറാണ്. അതേപോലെ തന്നെ ബാറ്റിൽ ഓഫ് ഗാഗ്രയും ബാബറാണ്. ബാറ്റിൽ ഓഫ് ചൗസ അതേപോലെ തന്നെ ബാറ്റിൽ ഓഫ് കനോജ്, ഇത് രണ്ടും ഷേർഷയോട് ഹുമയൂൺ പരാജയപ്പെടുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം നാട് വിട്ടു പോകുന്നത്. ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്താണ് 1556. ബൈറം ഖാനും അക്ബറിന് വേണ്ടി ബൈറം ഖാനും അതേപോലെ തന്നെ ഹിമുവും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഓക്കെ, അവരുടെ അത് അടിത്തറ ഭാഗമാണ്. അതായത് ശരിക്കും മുഗൾ ഭരണം ആരംഭിക്കുന്ന 1556 ശേഷമാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അടുത്ത ബാറ്റിൽ ഓഫ് തളിക്കോട്ട 1565. അന്ന് 5 ഡെക്കാൻ സുൽത്താനേറ്റ് വിജയനഗര ആർമിയെ പരാജയപ്പെടുത്തുകയാണ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട 1565. അടുത്ത ബാറ്റിൽ ഓഫ് ഹാൽഡിഗഡ് 1576 നടന്നത്. അക്ബറും റാണ ഓഫ് മേവാർ പ്രതാപ്, ഓക്കെ, അദ്ദേഹം തമ്മിലാണ് യുദ്ധം നടന്നത്. ഓക്കെ, അക്ബർ വിജയിക്കുകയാണ്. അടുത്ത ഇനി ഒരുപാട് യുദ്ധങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ടവ മാത്രം നമ്മൾ പറയുന്നത്. ബാറ്റിൽ ഓഫ് കൊളച്ചിൽ യുദ്ധം നമ്മൾ പറഞ്ഞു. ബാറ്റിൽ ഓഫ് കൊളച്ചിൽ നമ്മൾ പറഞ്ഞു 1741. തിരുവിതാംകൂർ ആരെ തോൽപ്പിക്കുകയാണ്? ഡച്ചുകാരെ തോൽപ്പിക്കുകയാണ്. അടുത്തത് ശ്രദ്ധിക്കുക, ബാറ്റിൽ ഓഫ് പ്ലാസി 1757. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1761. ബാറ്റിൽ ഓഫ് പ്ലാസി സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തില് അഹമ്മദ് ഷാ അബ്ദുലാദി എന്ന് പറഞ്ഞ വ്യക്തി മറാത്താസിനെ തോൽപ്പിക്കുകയാണ്. ദുറൈനി എംപയർ മറാത്താസിനെ തോൽപ്പിക്കുകയാണ്. അങ്ങനെ മറാത്താസിനെ തോൽപ്പിച്ചപ്പോൾ അവിടെ ബ്രിട്ടീഷുകാർക്ക് ആ ഡൽഹി ഏരിയ അല്ലെങ്കിൽ ആ ഏരിയ കീഴടക്കാൻ പറ്റി, ഹരിയാന ഏരിയ കീഴടക്കാൻ പറ്റി. അതിൽ മറാത്താസ് വിജയിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ അത്രയും ഇന്ന് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പിന്നീട് നടന്ന രീതിയിൽ സക്സസ്ഫുൾ ആകുമായിരുന്നില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് നല്ലതായി ഭവിക്കുന്ന ഒരു യുദ്ധമാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അടുത്ത ബാറ്റിൽ ഓഫ് വാണ്ടി വാഷ 1760. ഇത് മൂന്നാം കർണാട്ടിക് വാറിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഫ്രഞ്ചുകാർ ഇവിടെ നിന്ന് ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ അവർ ആ ചെറിയ പ്രദേശത്തേക്ക് പുതുച്ചേരി, മാഹിയാനം, കാരക്കൽ പ്രദേശത്തേക്ക് ഒതുങ്ങാനുള്ള കാരണം ഇതാണ്. ഓക്കെ, പിന്നെ അവിടെ ഒരുപാട് യുദ്ധം കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് അവസാനിപ്പിക്കാം. ബാറ്റിൽ ഓഫ് ബക്സാർ 1764. 1764 ബ്രിട്ടീഷർക്ക് ദിവാനി പിരിക്കാനുള്ള അവകാശം കിട്ടുകയാണ്. അപ്പൊ യുദ്ധങ്ങളും വർഷങ്ങളും പഠിച്ചു വെക്കുക. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങൾ എന്തൊക്കെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, ഇത് രണ്ടെണ്ണമാണ്. അപ്പൊ 1ഉം 3ഉം. ഈ പ്രൈഡ്സ് പർജ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ലോങ് പാർലമെന്റ്, റംബ് പാർലമെന്റ്, ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് രക്തരഹിത വിപ്ലവം പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, മഹത്തായ വിപ്ലവം പറയുന്നതും ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടാണ്. അടുത്തത് മെയ് 4th മൂവ്മെന്റ് ചൈനയുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? മെയ് 4th മൂവ്മെന്റ് ചൈനയുമായി ബന്ധപ്പെട്ടതാണ്. മെയ് 4th മൂവ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയ് 4th മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുക. സ്റ്റാമ്പ് ആക്ട്, അതേപോലെ തന്നെ ടൗൺഷെൻഡ് ആക്ട്, ബോസ്റ്റൺ മാസക്കെയർ, ബോസ്റ്റൺ കൂട്ടക്കൊല, അതേപോലെ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി 1773 നടക്കുന്നത്. ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടാണ്? അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1776 ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അതേപോലെ 1783 പാരീസ് ട്രീറ്റിയാണ് ആ യുദ്ധം അവസാനിപ്പിക്കുന്നത്. 1783. 1789 അമേരിക്കയ്ക്ക് ഭരണഘടന വരികയാണ്. അടുത്തത് നോക്കുക, ഫ്രാൻസുമായി ബന്ധപ്പെട്ടത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബാസ്റ്റിൽ കോട്ടയുടെ പതനം, ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ലൂയി 16 കൊല്ലുന്നത് 1793. ഗില്ലറ്റിൻ ചെയ്തിട്ട് കൊല്ലുകയാണ് ആര്? റോബോസ്ഫിയർ. റെയിൻ ഓഫ് ടെറർ ഭീകരവാഴ്ചയുടെ കാലഘട്ടവും ഫ്രാൻസുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ 1789 ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ, അതും ഫ്രഞ്ച് വിപ്ലവമാണ്. അതേപോലെ തന്നെ വുമൻസ് മാർച്ച് ഓൺ വേഴ്സൈലസ്, അതേപോലെ തന്നെ റോയൽ ഫ്ലൈറ്റ് ടു വരേനസ്, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം രാജാവിന്റെ കുടുംബം. ഓക്കെ, ഇതെല്ലാം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് ഒക്കെ. ഇത് റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ഒക്ടോബർ വിപ്ലവം, ഫെബ്രുവരി വിപ്ലവം, ബ്ലഡി സൺഡേ രക്തരൂഷിതമായ ഞായർ, അതേപോലെ തന്നെ ട്രീറ്റി ഓഫ് ബേസ്റ്റ് ലിത്തോവസ്ക്, അതായത് 1ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ആര് പിന്മാറുകയാണ്? റഷ്യ പിന്മാറുകയാണെന്ന് പറഞ്ഞിട്ട് ഒപ്പുവെച്ചതാണ് ബേസ്റ്റ് ലിത്തോവസ്ക്. പിന്നെ കെരൻസ്കി, അതെല്ലാം കെരൻസ്കി, ലെനിൻ, ഇവരൊക്കെ ആരുമായി ബന്ധപ്പെട്ടാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഓക്കെ, അടുത്തത് ചൈനീസ് റവല്യൂഷൻ. 1911 ക്വിങ് ഡൈനാസ്റ്റി അവസാനിക്കുകയാണ്. സൺയാത് സെന്ന് എലക്റ്റഡ് പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ 1911. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മെയ് 4th മൂവ്മെന്റ്. ചൈനയുമായി ബന്ധപ്പെട്ടതാണ് മെയ് 4th മൂവ്മെന്റ്. അതേപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ജൂലൈ 1, 1921 അപ്പോൾ അതിന്റെ 100ാം വാർഷികം ജൂലൈ 1, 2021 അല്ലേ? ഇപ്പൊ 2021 100ാം വാർഷികം ആഘോഷിച്ച പാർട്ടി ഏതാണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലോങ് മാർച്ച്. 1934 ലോങ് മാർച്ച് മാവോ സേതുങ് ആണ് സംഘടിപ്പിച്ചത്. ഓക്കെ, അടുത്ത ഡിസംബർ 9th മൂവ്മെന്റ്. നമ്മൾ നേരത്തെ മെയ് 4th എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഡിസംബർ 9th മൂവ്മെന്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. മാവോ ഫോംസ് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ചൈനയായിട്ട് മാവോ സേതുങ് മാറ്റുന്നത്. അടുത്തത് മുഗൾ ഭരണത്തിൽ ഖാനി സമൻ തലവനായത് എന്തിന്റെയാണ്? രാജകൊട്ടാരം. നോക്കുക, ദിവാൻ ഐ വസ്രാത്ത് റവന്യൂ ഫിനാൻസിന്റെയാണ്. ദിവാൻ ഐ വസ്രാത്ത്, ഇതൊക്കെ എഴുതി വെക്കണം, അല്ലെ മറന്നുപോകും. ദിവാൻ ഐ അർസ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റാണ്. ദിവാൻ ഐ അർസ്. അടുത്തത് ദിവാൻ ഐ റസ്ല മുഹ്താസിബ്. ദിവാൻ ഐ റസ്ല മുഹ്താസിബ് ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദിവാൻ ഐ ഇൻഷ കസ്റ്റോഡിയൻ ഓഫ് ഗവൺമെന്റ് പേപ്പറിന്റെ കസ്റ്റോഡിയൻ ആണ് എന്ത്? ദിവാൻ ഐ ഇൻഷ. അടുത്തത് ദിവാൻ ഐ ഖ്വാസി എന്ന് പറഞ്ഞ ജഡ്ജിയാണ്, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ദിവാൻ ഐ ബരീദ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ദിവാൻ ഐ ബരീദ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്. ദിവാൻ ഐ സമൻ ചോദിച്ചത് അല്ലെ, ഡിപ്പാർട്ട്മെന്റ് ഇൻ ചാർജ് ഓഫ് റോയൽ ഹൗസ് ഹോൾഡ്. വസ്രാത്ത് റവന്യൂ ഫിനാൻസ്, അർസ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്, റസ്ല ഫോറിൻ അഫയേഴ്സ്, ഇൻഷ കസ്റ്റോഡിയൻ ഓഫ് ഗവൺമെന്റ് പേപ്പേഴ്സ്, ഖ്വാസ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദിവാൻ ഐ ബരീദ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, ദിവാൻ ഐ സമൻ റോയൽ ഹൗസ് ഹോൾഡ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റോയൽ ഹൗസ് ഹോൾഡ്. അടുത്തത് മിർ സമൻ ഉദ്യോഗസ്ഥനാണ്. മിർ സമൻ ഇൻചാർജ് ഓഫ് ഇംപീരിയൽ ഹൗസ് ഹോൾഡ്. അത് ഉദ്യോഗസ്ഥന്റെ പേരാണ്. അടുത്തത് ദിവാനായി ബയാത്തൂത്ത് മെയിൻറ്റൈൻഡ് റോഡ് ഗവൺമെന്റ് ബിൽഡിംഗ്. മിർ മൻഷി വളരെ ഇമ്പോർട്ടന്റ് ആണ്, റോയൽ കറസ്പോണ്ടൻസ്. അടുത്ത സദർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യുക. സദർ എന്ന് പറയുമ്പോൾ ഇൻചാർജ് ഓഫ് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് എൻഡോവ്മെന്റ് ആണ്. വസീർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് വസീർ. ദിവാൻ റെസ്പോൺസിബിൾ ഫോർ ഓൾ ഇൻകം എക്സ്പെൻഡിച്ചർ ആണ് ആര്? ദിവാൻ. അടുത്ത മിർബക്ഷി ഹെഡഡ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെ പറയുന്ന പേരാണ് മിർബക്ഷി. മിർസമാൻ എന്താണ്? ഇൻചാർജ് ഓഫ് ഇംപീരിയൽ ഹൗസ് ഹോൾഡ്. ദിവാനായി ബയൂത്തത്ത് എന്താണ്? ഗവൺമെന്റ് ബിൽഡിംഗ്. മിർ മൻഷി എന്താണ്? റോയൽ കറസ്പോണ്ടൻസ്. സദർ എന്താണ്? ഇൻചാർജ് ഓഫ് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് എൻഡോവ്മെന്റ്. വസീർ എന്താണ്? ഹെഡ് ഓഫ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ദിവാൻ എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഓൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. മിർബക്ഷി എന്താണ്? ഹെഡഡ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതേപോലെ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിൽ വീണ്ടും ഓഫീസർമാരുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൽ ഫൗസ്ദാർ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. അതേപോലെ തന്നെ അമാൽ എന്താണ്? റവന്യൂ കളക്ഷൻ. ഇത് ജില്ലാ തലത്തിലാണ്. കൊത്തുവാൾ എന്ന് പറയുമ്പോൾ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യുക. ഓക്കെ, അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പർഗാനയിൽ എങ്ങനെയാ വരിക? ഷിക്ദാർ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, കൊത്തുവാള് ഇങ്ങനെയുള്ളവരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത അമീൻ. ഓക്കെ, അതേപോലെ തന്നെ റവന്യൂ ഓഫീസിലാണെന്ത്? ഒഫീഷ്യലാണ് അമീൻ. അടുത്ത വില്ലേജിൽ നോക്കുക, മുക്കദ്ദം ഹെഡ്മാൻ ആണ്, വില്ലേജ് ഹെഡ്മാൻ ആണ്. പട്വാരി എന്ന് പറയുമ്പോൾ എന്താണ്? അക്കൗണ്ടന്റ് ആണ്. ചൗക്കിദാർ എന്ന് പറയുമ്പോൾ എന്താണ്? വാച്ച്മാൻ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുക്കദ്ദം വില്ലേജ് ഹെഡ്മാന്, ഗ്രാമത്തലവൻ. പട്വാരി അക്കൗണ്ടന്റ്, ചൗക്കിദാർ വാച്ച്മാന്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ കാലഘട്ടത്തിലാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അപ്പൊ യൂണിവേഴ്സിറ്റി അങ്ങനെ
ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഏത് രാജാവിന്റെ കീഴിൽ എന്ത് നമ്മൾ ഒരുപാട് പറഞ്ഞാണ് ട്രാവൻകൂർ ഡൈനാസ്റ്റിയുടെ, എന്നാലും പറയാ, ശ്രദ്ധിക്കുക. തൃപ്പടിദാനം, അതേപോലെ തന്നെ കുളച്ചിൽ യുദ്ധം ഇതെല്ലാം നടന്നത് ആരുടെ സമയത്താണ്? തൃപ്പടിദാനം, കുളച്ചിൽ യുദ്ധം ഇതെല്ലാം ആരുടെ സമയത്താണ്? മാർത്താണ്ഡവർമ്മയുടെ സമയത്താണ്. അടുത്തത്, ടിപ്പു ആക്രമിക്കുമ്പോൾ ആരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ, കിഴവൻ രാജ എന്നറിയപ്പെടുന്ന വ്യക്തി. അങ്ങനെ ആട്ടക്കഥകൾ രചിക്കുന്നുണ്ട് അദ്ദേഹം. ഓക്കെ, ഹൈദരാലിയും ടിപ്പു ഒക്കെ ആക്രമിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത നോക്കുക, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അതായത് അവിട്ടം തിരുനാളുടെ കാലഘട്ടത്തിന്റെ ഇടയ്ക്കാണ് വേലുത്തമ്പി ദളവ എന്ത് വിളംബരം പ്രഖ്യാപിക്കുന്നത്? കുണ്ട്ര വിളംബരം പ്രഖ്യാപിക്കുന്നത്. അടുത്തത്, റാണി ഗൗരി ലക്ഷ്മിബായി, തിരുവിതാംകൂറിലെ ആദ്യ വനിത, ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിലെ അടിമ കച്ചവടം കഴിഞ്ഞത്, അതായത് ഇതിനു മുമ്പ് നടന്ന ഡിഗ്രിക്ക് ചോദിച്ചാണ്. റാണി ഗൗരി ലക്ഷ്മിബായി എന്ത് നിരോധിച്ചു? അടിമ കച്ചവടം നിരോധിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതി നടപ്പിലാക്കിയതും റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അടുത്ത, റാണി ഗൗരി പാർവതിബായി. തിരുവിതാംകൂറില് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയതാരാണ്? റാണി ഗൗരി പാർവതിബായി ആണ്. റാണി ഗൗരി പാർവതിബായി ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ സമയത്താണ് LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി, തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചത്. അതേപോലെ തന്നെ സ്വാതി തിരുനാൾ പറയുമ്പോൾ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി. അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. അതേപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ്. അതേപോലെ തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ഇദ്ദേഹത്തിന്റെ സമയത്തായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ ഇരയമൻ തമ്പി രചിച്ചത്. അടുത്ത, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്താണ് ഇദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കഥകളിയുടെ സുവർണ കാലഘട്ടമായിരുന്നു. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ആ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതേപോലെ തന്നെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ വരുമ്പോൾ, അതേപോലെ തന്നെ ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വരുമ്പോൾ എല്ലാം ഇദ്ദേഹമാണ്. അടുത്ത, ആയില്യം തിരുനാൾ രാമവർമ്മ ഇദ്ദേഹത്തിന്റെ സമയത്താണ്, ആയില്യം തിരുനാളുടെ സമയത്താണ് പണ്ടാരപ്പാട്ട വിളംബരം, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട 1865 പണ്ടാരപ്പാട്ട വിളംബരം വരുന്നത്. അതേപോലെ തന്നെ വിശാഖം തിരുനാൾ, മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് വിശാഖം തിരുനാൾ. വിശാഖ് എന്തിൻ്റെയാണ്? വിശാഖ് മരച്ചീനിയുടെ ഇനം. ഓക്കെ, അടുത്തത്, ശ്രീമൂലം തിരുനാൾ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ ഇതൊക്കെ സമർപ്പിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിന്റെ സമയത്താണ് കേഴ്സൺ തിരുവിതാംകൂർ സന്ദർശിച്ചത്. അടുത്ത, റാണി സേതുലക്ഷ്മിബായി, അവരുടെ സമയത്താണ് ദേവദാസി സമ്പ്രദായം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേവദാസി സമ്പ്രദായം 1925 നിർത്തലാക്കി. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. മരുമക്കത്തായം മാറി, മക്കത്തായം വന്നു. അതേപോലെ തന്നെ മൃഗബലി നിരോധിച്ചു. റാണി സേതുലക്ഷ്മിബായിയുടെ സമയത്ത് മൃഗബലി നിരോധിച്ചു. ദേവദാസി സിസ്റ്റം ഒഴിവായി മൃഗബലി നിരോധിച്ചു. ഓക്കെ, അടുത്ത, ശ്രീ ചിത്തിര തിരുനാൾ 1931 to 47 തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 പുറപ്പെടുവിച്ചു. 37 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, അത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി 1940, പുന്നപ്ര വയലാർ സമരം ആ സമയത്ത്, പിന്നെ അതേപോലെ തന്നെ വധശിക്ഷ നിർത്തലാക്കിയത്, ഇതെല്ലാം. ഇപ്പൊ നമ്മൾ അതൊന്ന് ചോദിച്ച ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച എല്ലാ ചോദ്യവും അവയുടെ വിശദീകരണവും വളരെ വിശദമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ 1-2 തവണ കേൾക്കുക, എഴുതിയെടുക്കുക, ഇതുമായി അനുബന്ധ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം.